ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ പ്രദേശം കണ്ടോ, ഞങ്ങൾ പുല്ല് പറിക്കാൻ വേണ്ടി വന്നതാണ്. പശുവിന് കൊടുക്കുന്ന പുല്ല് പറിക്കാൻ വേണ്ടി വന്നതാണ്. പുല്ല് മാത്രമല്ല പറിക്കാൻ വേണ്ടി വന്നത്, ഇതുണ്ട്, അത് ഞങ്ങളുടെ എൻ്റെ ഒരു പെങ്ങളാണ്. അവളവിടെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഈ കാണുന്നതായ ഈ പയർ പറിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നത്. ഈ പയറിന് മാർക്കറ്റിൽ നല്ല വിലയാണ്. ഞങ്ങൾ പുല്ല് പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും പറിക്കും. നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു പയറാണത്. ആ പയർ മാർക്കറ്റ് ഭയങ്കര വിലയാണ്. ഇപ്പോൾ തോട്ടപ്പയറെന്ന് പറയും. മാത്രമല്ല, അനേക വീടുകളിൽ ഇതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുല്ല് പറിക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അമ്മച്ചി പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറമ്പിൽ ഇഷ്ടംപോലെ പയറുണ്ട്, തോട്ടപ്പയറുണ്ട്. ഇത് റബ്ബർ തോട്ടമായതുകൊണ്ട് ഇതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറമ്പിൽ റബ്ബറിൻ്റെ അടിക്കലെല്ലാം ഇഷ്ടംപോലെ പടലായിട്ട് ഇങ്ങനെ പടൽ കിടക്കുകയാണ്. ഇതാണ് ഞങ്ങളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പയറെല്ലാം ഇങ്ങനെ നമ്മൾ പറിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെയിലത്ത് ഉണക്കാനിട്ടാൽ ഉണങ്ങി ഈ വെയിലത്ത് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ ഇത് ഉണങ്ങും. ശേഷം ഇത് നമ്മളതിനെ പേറ്റിയെടുത്ത് കടയിൽ കൊണ്ട് കൊടുത്ത് നല്ലൊരു പൈസ കിട്ടുന്നതായിരിക്കും. ഏകദേശം ഇവിടെയൊക്കെ 1250 രൂപയോളം കിലോയ്ക്കുണ്ട്. ചിലയിടങ്ങളിൽ അതിനേക്കാളും കൂടുതലുണ്ട്, 1500, 1800 അങ്ങനെയൊക്കെയുണ്ട്. നമ്മൾ ഇങ്ങനെയൊന്ന് മെനക്കെടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എങ്കിൽ ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ, നമുക്കല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കാണെങ്കിലും ഇതുപോലെ പറിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു തുക കിട്ടും. ഇതാണ് നമ്മുടെ ചിന്നു. ചിന്നു ഇതാണ്ട് ഇത്രയും പറിച്ചിരിക്കുകയാണ്. അത് കാണിച്ചു കൊടുക്കൂ. ഇതാണ് ഞങ്ങളുടെ തോട്ടപ്പയർ. ഇത് കണ്ടില്ലേ, ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇതാണ് ചിന്നു. ചിന്നു പറിക്കുകയാണ്. അതാ ഗൈസ്, വേറൊരാൾ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.